സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്തു പോയാൽ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിശംസിക്കപ്പെടുന്നത്, നൃശംസിക്കപ്പെടുന്നത്, തെറി പറയപ്പെടുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിച്ച് ആത്മരതി കണ്ടെത്തുന്ന മനോരോഗങ്ങൾ നൃത്തം വെക്കുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കേണ്ട ദൗർഭാഗ്യത്തിലേക്ക് മലയാളി മുസ്ലിങ്ങൾ എടുത്തെറിയപ്പെടുന്ന ഒരു കാലസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ പണ്ഡിതന്മാരാണ് ആവശ്യം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച പണ്ഡിതന്മാർ, ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ, അതിന്റെ വ്യാഖ്യാനങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പ്രാഥമിക സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ച പണ്ഡിതന്മാർ. ഈ ആളുകൾ, വിവരമില്ലാത്ത ഇത്തരം ആളുകൾ, യുക്തിവാദികൾ എന്ന് സ്വന്തം നെറ്റിയിൽ ഒട്ടിച്ചു വെക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചൊന്നും പഠിക്കാത്തവർ, അവർ കേവലമായൊരു ഗൂഗിൾ സെർച്ച് കൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വാലും തലയും വെട്ടിമാറ്റിയ ഉദ്ധരണികൾ കൊണ്ട് ഇസ്ലാമിനെ ചിത്രപഥം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങനെയല്ല അത് എന്നും, അതിങ്ങനെയാണ് എന്നും, ഇതാണ് സംഭവം എന്നും, അതിന്റെ സൗന്ദര്യം ഇന്നതാണ് എന്നും വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന, അറബി ഭാഷയിൽ തന്നെ പ്രാഥമിക സ്രോതസ്സുകളിലേക്ക് പോകാൻ കഴിയുന്ന പണ്ഡിതന്മാർ വളർന്നു വരേണ്ട കാലത്തിന്റെ ഈ ചോദ്യങ്ങൾക്കും തേട്ടങ്ങൾക്കും നമുക്ക് ഉത്തരം നൽകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം.